നമ്മുടെ അടിപൊളി പൊട്ടറ്റോ മുട്ടയൊക്കെ ചേർത്തിട്ട് ഒരു അടിപൊളി ബ്രെഡും ഒക്കെ ആയിട്ട് ഒരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പം റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മൾ വീഡിയോ ഫുള്ളായിട്ട് കാണണേ. അപ്പോൾ നമുക്കിതിന് വേണമെങ്കിൽ പൊട്ടറ്റോ എഗ് ഓംലേറ്റ് എന്നൊക്കെ വിളിക്കാം. പക്ഷേ ഇതിന് ഒരു ഓംലേറ്റിൻ്റെ ടേസ്റ്റേ അല്ല, ഒരു അടിപൊളി ടേസ്റ്റാണ്. അപ്പം ഫുൾ റെസിപ്പി മൊത്തം കാണണം കേട്ടോ. അപ്പം ഇതിന് കുറേ സ്പെഷ്യലായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മളൊരു 2 മീഡിയം സൈസ് പൊട്ടറ്റോ കഴുകി വൃത്തിയാക്കി നമ്മുടെ ഒരു ഫ്രഞ്ച് ഫ്രൈസിനൊക്കെ അരിയുന്നതിനേക്കാളും കനം കുറച്ചിട്ട് അരിഞ്ഞ് വെള്ളത്തിലിട്ട് കഴുകിയെടുത്തത് 1.5 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് വഴറ്റിയെടുക്കുകയാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോഴത്തേക്കിനും ഇത് നന്നായിട്ട് വഴന്ന് വെന്തൊക്കെ വരണം. ഒരു ഉപ്പേരി എന്നൊക്കെ പറയും ചിലർ, നമ്മുടെ നാട്ടിൽ മെഴുക്കുവരട്ടി എന്നാണ് പറയുന്നത്. അപ്പോൾ അതേപോലെ മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ വഴറ്റി എടുക്കണം. ഇപ്പോൾ ഏകദേശം പാകമായി, നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇപ്പം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ആ സമയത്ത് തന്നെ ഞാൻ ബ്രെഡ് ഒരു 5 എണ്ണം എടുത്ത് സൈഡിലെ ബ്രൗൺ കളറൊക്കെ കട്ട് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതേ പാത്രത്തിൽ നമ്മൾ കിഴങ്ങ് വഴറ്റിയെടുത്ത അതേ പാത്രത്തിൽ ഒരു ചെറിയൊരു പീസ് ബട്ടർ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഒരു 4-5 വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കണം. അതൊന്ന് പച്ചമണമൊക്കെ മാറി ഒന്ന് നെയ്ക്കകത്തൊക്കെ കിടന്ന് ഇച്ചിരി ഒന്നാകണം. അപ്പോൾ ഇപ്പോൾ ഏകദേശമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അത് അപ്പോഴത്തേക്കിനും നമുക്കിനി അതും കൂടെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാവേ, ഈ വെളുത്തുള്ളി വഴറ്റിയത്. ഇനി ഇതേ ബട്ടറിൽ തന്നെ നമുക്ക് ചില്ലി ഫ്ലെക്സും കൂടെ ചേർത്ത് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ അതേ വെളുത്തുള്ളിയൊക്കെ മാറ്റി അതേ പാത്രത്തിൽ ഞാൻ ഒരു 1.25 സ്പൂൺ ഏകദേശം ഒരു 1.25 സ്പൂൺ ചില്ലി ഫ്ലെക്സ് ചേർത്തിട്ടുണ്ട്. അപ്പോഴത്തേക്കിനും ഇതും കൂടെ നന്നായിട്ട് ഇപ്പോൾ ഇത് ബട്ടർ കുറവാണെന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് ബട്ടറും കൂടെ ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ മുരുമുരാന്നാക്കിയിട്ടുണ്ട് ചില്ലി ഫ്ലെക്സ്. അപ്പോൾ അതും മാറ്റിയിട്ടുണ്ട്. ഇനി ഇപ്പോൾ 2 മുട്ടയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അതിന് പാകത്തിന് ഉപ്പ് ചേർത്തിട്ട് അടിച്ച് കൊടുക്കുവാണേ. പിന്നെ ആ മുട്ടയുടെ സ്മെല്ലൊക്കെ മാറാനായിട്ട് നമുക്ക് കുറച്ച് പെപ്പർ പൗഡറും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം മുട്ടയ്ക്ക് കുറച്ച് നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ മറ്റേ നെയ്ക്കകത്തല്ല ബട്ടറിൻ്റെ അകത്ത് വഴറ്റിയെടുത്ത നമ്മുടെ വെളുത്തുള്ളിയാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തത്. അത് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുട്ടയ്ക്കകത്തോട്ടാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ചില്ലി ഫ്ലെക്സ് ബട്ടറിൻ്റെ അകത്ത് വഴറ്റിയതിൽ ഒരു നുള്ള് മാത്രം എടുത്ത് മുട്ടയിലോട്ട് ചേർത്ത് കൊടുക്കുക. ബാക്കി അവിടെ അതേപോലെ തന്നെ ഇരിപ്പുണ്ട്. ആ ഇരിക്കുന്നത് നമുക്ക് എന്തായിട്ട് മിക്സ് ചെയ്യണം? നമ്മൾ കിഴങ്ങൊക്കെ കുറച്ച് എണ്ണ ഒഴിച്ച് വഴറ്റി വെച്ച് കിഴങ്ങുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാവേ. അപ്പോൾ ഇങ്ങനെ ഞാൻ ഇളക്കി അതൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പം ഇതിങ്ങനെ മിക്സ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ കിഴങ്ങും ഇതും കൂടെ ഒരുമിച്ചിട്ട് മിക്സ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനെ സെപ്പറേറ്റ് ആക്കിയിട്ട് ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ. ഇപ്പം ഞാൻ ചെയ്യുന്നത് പോലെ. പിന്നെ ഇപ്പോൾ ഒരു ദോശത്തവയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് വലിയൊരു പീസ് ബട്ടർ ഇങ്ങനെ തേച്ച് കൊടുക്കുവാണ്. ഫുള്ളായിട്ട് ഞാൻ തേച്ച് കൊടുക്കുവാണേ. ഇനി നമ്മൾ മുട്ട മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അപ്പം അതൊക്കെ അടുത്തെടുത്ത് വെക്കണം. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ എല്ലാ കാര്യങ്ങളും നമ്മുടെ കയ്യെത്താ ദൂരത്തെടുത്ത് വെക്കണം. അപ്പോൾ ഇനി ആദ്യം നമ്മൾ എന്താണ് ഇട്ട് കൊടുക്കുന്നത്? പൊട്ടറ്റോ അങ്ങോട്ട് ഫുള്ളായിട്ട് നിരത്തി ഇട്ട് കൊടുക്കണേ. ദോശ തവയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ ആ സമയത്ത് വേണമെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ കുറഞ്ഞ ഫ്ലെയിമിൽ ഇരിക്കട്ടെ. അവിടെ കരിഞ്ഞു പോവരുത് നമ്മുടെ കിഴങ്ങൊന്നും. അപ്പോൾ ഓഫ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇനി നമുക്ക് കറക്റ്റായിട്ട് എല്ലാ ഭാഗത്തും ഈ പൊട്ടറ്റോ ഒരേ രീതിയിൽ കിട്ടാനായിട്ട് കറക്റ്റായിട്ടൊന്ന് നിരത്തി ലെവൽ ചെയ്ത് വെച്ച് കൊടുക്കണം. അത്രയും താമസം വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പിന്നെ എല്ലാം വെച്ചതിന് ശേഷം നമുക്ക് ഓൺ ചെയ്താലും മതി കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, എൻ്റെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. ഇപ്പം ഞാൻ വീണ്ടും ഓൺ ചെയ്തതിന് ശേഷം ആ മുട്ട അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് വളരെ പയ്യെ നമുക്കങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാവേ. എല്ലായിടത്തും ലെവൽ ചെയ്ത് വരുന്ന രീതിയിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ആ ഭാഗത്ത് ഞാൻ ബ്രെഡൊക്കെ നിരത്തിയപ്പോൾ എൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ആ മുട്ട ഒഴിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ ബ്രെഡെല്ലാം അതിൻ്റെ പുറത്തോട്ട് നിരത്തി വയ്ക്കാം. എന്നിട്ട് ബാക്കി നമ്മൾ സൈഡ് കട്ട് ചെയ്തിട്ട് ഉള്ള ആ സൈഡൊന്ന് പൊടിച്ചിട്ട് ഈ സൈഡിലായിട്ടൊക്കെ മുട്ടയുടെയൊക്കെ സൈഡിൽ ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിരിക്കുന്നില്ല, അതേപോലെ തന്നെ നമുക്കൊന്ന് ഇട്ടൊക്കെ കൊടുക്കാം. അപ്പോഴത്തേക്കിനും പിന്നെ ഈ ഫുള്ളായിട്ട് ബ്രെഡ് ഇരിക്കുന്നതിനേക്കാൾ നല്ലതാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ ബ്രെഡിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പം ഞാൻ തിരിച്ചിട്ട് ഒരു പാത്രമൊക്കെ വെച്ചിട്ട് ലെവൽ ചെയ്ത് അങ്ങനെയൊക്കെയാണ് തിരിച്ചിട്ടത്. അപ്പം തിരിച്ചിട്ടപ്പോൾ പുറകോശമൊക്കെ കണ്ടോ ഇതിപ്പം റെഡി ആകുമ്പോൾ ഒരു അടിപൊളി സ്മെല്ലാണ്. ഭയങ്കരമായിട്ടൊരു റിച്ച് ആയിട്ടുള്ളൊരു സ്മെല്ലാണ് വരുന്നത് കേട്ടോ. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി, ആര് ഗസ്റ്റ് വന്നാലും നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാൻ പറ്റും. പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന കുഞ്ഞു പിള്ളേർക്ക് ആർക്ക് വേണമെങ്കിലും കൊടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം ബൈ.